അതിൻ്റെ പേരിൽ അനുഭവിച്ചു. പിന്നെ സമരം വിജയിച്ചിരുന്നു, അഖിലേന്ത്യാ വ്യാപകമായി നടത്തിയിരുന്ന സമരം വിജയമായിരുന്നു. സമരം പക്ഷേ അഖിലേന്ത്യാ സമരം 74 സമരം അതൊരു വിജയം എന്ന് പറയാനില്ല. കാരണം അത് അന്നത്തെ ഗവൺമെൻറ് അത് അടിച്ചമർത്താനുള്ള എല്ലാ കാരണം ആവശ്യങ്ങൾക്ക് എത്രയോ ഇരട്ടി പണം ചിലവാക്കി ഏകദേശം 600 കോടിയോളം ചിലവാക്കി അത് അടിച്ചമർത്തുകയാണ് ചെയ്തത്. ശേഷം പിന്നെ എന്തായിരുന്നു, ജോലി റിസൈൻ ചെയ്തോ, എങ്ങനെയാണ്? പിന്നീട് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു 4 വർഷത്തെ സസ്പെൻഷനാണ്. അത് ജോലിയിലിരിക്കുമ്പോൾ ഔദ്യോഗിക കാര്യക്ഷമത പോരാന്ന് പറഞ്ഞ് ഞാൻ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ പിടിച്ച് സസ്പെൻഡ് ചെയ്തു. ഒരു 4-4.5 വർഷത്തോളം അത് കേസും കോടതിയിൽ കേസും ഒക്കെ ആയിട്ട് പിന്നീട് ഞാൻ എന്നെ തിരിച്ചെടുത്തുവെങ്കിലും തീരെ സന്തോഷം ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ വളണ്ടറി റിട്ടയർമെന്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. വളണ്ടറി റിട്ടയർമെന്റ് 92. ഞാൻ ഈ സസ്പെൻഷനിൽ ഇരിക്കുമ്പോഴും സംഗീതമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പല സ്ഥലത്തും അതൊരു അവസരമായിട്ട് ഞാൻ കരുതിയിട്ട് കൂടുതൽ പഠിക്കാനും ഒക്കെ ആയി. ഈ സംഗീത പഠനം നടത്തുമ്പോൾ തന്നെ അരങ്ങേറ്റം എവിടെ വെച്ചിട്ടായിരുന്നു? സംഗീത പഠനം ഞാൻ ആദ്യം സേലത്ത് വെച്ചിട്ടാണ് സംഗീതം അരങ്ങേറ്റം ചെയ്തത്. അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം, സേലത്ത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അവിടെ 1972 അവിടെ ആദ്യമായിട്ട് അരങ്ങേറ്റം. അന്ന് മാമവസത ജനനി സ്വാതിരുന്നാളിന്റെ കാനഡ രാഗത്തിൽ ഒരു കീർത്തനം. മാമവസദാ ജനനി അംബ മാമവസദാ ജനനി അംബ മാമവസദാ ജനനി महिषासुर सूदनी अम्ब मामवसदा जननी महिषासुर सूदनी अम्ब मामवसदा जननी महिषासुर सूदनी अम्ब मामवसदा जननी महिषासुरसूदनी अम्ब मामवसदा जननी. ഈ DRS വാങ്ങിച്ചതിന് ശേഷം പിന്നെ പാലക്കാട് വന്നതിന് ശേഷം പിന്നെ ആരുടെ കീഴിലാണ് പഠിച്ചത്? ഉണ്ണിയേട്ടന്റെ കീഴിൽ തന്നെയാണോ? അല്ല, ഉണ്ണിയേട്ടനായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തിരക്കുകളും പിന്നെ ദൂരത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായത് കാരണം ഇവിടെ പാലക്കാട് തന്നെ KS നാരായണസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്വാനായിട്ടുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തി. അദ്ദേഹം താരക്കാട് ഗ്രാമത്തിൽ, അദ്ദേഹം ചെമ്മൻകുടിയുടെ ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ അനന്തരവൻ കൂടിയാണ് KS നാരായണസ്വാമി. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തും തുടർന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഞാൻ തന്നെ, ഒരു വേദി ഞാൻ തന്നെ ഒരുക്കുകയുണ്ടായത്. 6 വർഷം നാരായണസ്വാമി സ്റ്റാർ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്? അങ്ങനെ ഒരു ഉത്തരം പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാഗം, പ്രത്യേകിച്ച് എനിക്ക് എന്തുകൊണ്ടോ ഈ കുറച്ച് വിഷാദ രാഗങ്ങളോട് കൂടുതലൊരു മമത ഉണ്ട്. അത് സുഹൃത്തുക്കൾ ചിലപ്പോൾ അതിനെപ്പറ്റി വിമർശിക്കാറുമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. അപ്പോൾ ഈ ശുഭബന്ധു വരാളി എന്ന് പറഞ്ഞിട്ട് ഒരു രാഗമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഞാൻ എന്നും കൊണ്ടു നടക്കുന്ന ഒരു രാഗം എന്ന് പറയാം. പക്ഷെ അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നോ അർത്ഥമൊന്നുമില്ല. വിഷാദം ഉണ്ടാക്കുന്ന ശുഭബന്ധുരാളിൽ തന്നെ പിന്നെ ഒരു കീർത്തനം ഒന്ന് രാവണൻ. ശ്രീ സത്യ നാരായണം ഉപാസ്മഹേ നിത്യം ശ്രീ സത്യ നാരായണം ഉപാസ്മഹേ നിത്യം സത്യജ്ഞാനാനന്ദമയം സർവം ബ്രഹ്മമയം ശ്രീ സത്യ നാരായണം.
ആ നമ്മുടെ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ സംഗീതത്തിന്റെ ഇവിടെ കച്ചേരി അവതരിപ്പിക്കാൻ വേണ്ടി വരാറുണ്ടല്ലോ. താങ്കൾ ഇന്ന് മനസ്സിൽ ഇപ്പോൾ ഒരു കച്ചേരി നമ്മൾ കാണുമ്പോൾ മനസ്സിൽ വല്ലാതെ സ്പർശിക്കുന്ന ഒരു കച്ചേരി ഉണ്ടാവുമല്ലോ ചില ആളുകളുടെ, ചില ശൈലികൾ. അങ്ങനെ ഏത് സംഗീതത്തിന്റെ കച്ചേരിയോടാണ് കുറച്ചൊരു പ്രതിപത്തി തോന്നിയിട്ടുള്ളത്? ആരുടെ ശൈലിയോടാണ്? അങ്ങനെ ഒരു പ്രത്യേക ഒരു വ്യക്തി എന്ന് പറയാനില്ല. എനിക്ക് പലരുടെയും കച്ചേരി, ഓരോരുത്തരുടെയും കച്ചേരി ഓരോ നിലവാരത്തിലാണ്. അതിന്റെ ഓരോ ശൈലിയും. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ ഓർമ്മയിൽ കേട്ട കച്ചേരി നേരിട്ട് കേട്ടത് ചെമ്പയുടെ. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. മങ്കര ഗ്രാമത്തിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു അവസരം കിട്ടി. അന്ന് അദ്ദേഹത്തിന്റെ ശൈലി വല്ലാതെ എന്നെ ആകർഷിച്ചു. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. സംഗീതത്തിനെ കുറിച്ച് ബാലപാഠങ്ങളും കൂടി അറിയാത്ത ആ കാലത്ത് തന്നെ ആ ശൈലിയും അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ശൈലിയുടെ ഒരു പ്രത്യേകത എന്താ തോന്നുന്നത്? വെച്ചാൽ ഇന്ന് അവതരിപ്പിക്കുന്ന സംഗീതജ്ഞരുടെ ഈ കച്ചേരി സമ്പ്രദായത്തിലെ ഇന്നത്തെ രീതിയും ചെമ്പയുടെ പഴയ സാമ്പ്രദായികമായ രീതി ഉണ്ടല്ലോ, അത് തമ്മിലുള്ള എങ്ങനെയാണ്? വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ആ ശിക്ഷണം, അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം പാടിയിരുന്ന സാഹചര്യങ്ങൾ, അത് എല്ലാം അതിനൊരു ഇതാണല്ലോ. അപ്പോൾ അദ്ദേഹം പാടുന്ന സമയത്ത് ഒന്നാമത് ആ കാലത്ത് മൈക്കൊന്നും ഇല്ലാത്ത കാലത്തായിരിക്കും അദ്ദേഹം പഠിച്ചതും. ആദ്യത്തെ അരങ്ങേറ്റം കാലത്തൊന്നും ചിലപ്പോൾ മൈക്ക് കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഈ ശബ്ദത്തിന്റെ പല ക്രമീകരണങ്ങളും അവർക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ആ മഹാഗുരുക്കന്മാരായിട്ടുള്ള അവർക്ക് ഈ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു കാപട്യമൊക്കെ ഉണ്ട്. കാരണം ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വരുന്ന സമയത്ത് ഈ സൗണ്ട് എഞ്ചിനീയർക്ക് പലതും ചെയ്യാൻ കഴിയും, ശബ്ദത്തിൽ പല വ്യതിയാനങ്ങളും വരുത്താൻ കഴിയും. അതൊന്നും അവർക്ക് ബാധകമല്ല. അപ്പൊ അവര് വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഗുരുവിന്റെ നിന്ന് കിട്ടിയ എന്താ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം വളരെ വ്യക്തമായി സ്ഫുടമായി അവരുടെ ശബ്ദത്തിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അവരത് അരങ്ങിൽ പ്രയോഗിക്കാറുണ്ടായിരുന്നു. ഒരു കാപട്യം ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, സോഫിസ്റ്റിക്കേഷൻ എന്ന് പറയും, ലളിതവൽക്കരണം. അതിനെപ്പറ്റി അവർ ചിന്തിക്കുകയില്ല എന്നുള്ളതാണ് ലളിതവൽക്കരണം. അവർ പഠിച്ചത് ഏറ്റവും അതിന്റെ പരമാവധി അതിന്റെ ഔട്ട്പുട്ട്, അവരുടെ ഇതുണ്ടല്ലോ വോയിസിന്റെ ഔട്ട്പുട്ട് അവർ കൊടുക്കുമായിരുന്നു. അപ്പൊ അത് പിന്നീട് അത് സമയത്തിനെ കുറിച്ചും അവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് 4-5 മണിക്കൂറൊക്കെ പുസ്തകങ്ങൾ വായിച്ചതാണ്. ഇരുന്ന് കേൾക്കും, ക്ഷമയോടുകൂടി കേൾക്കുന്ന ഒരു ജനം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നല്ലൊരു പ്രോത്സാഹനം കിട്ടുമായിരുന്നു. അപ്പൊ അതവര് പരമാവധി വിനിയോഗപ്പെടുത്തി കാണും. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ വളരെ സജീവമായിട്ടുള്ള നാടൻ പാട്ടുകൾ, ഈ നാടൻ പാട്ടുകളിൽ കല്യാണിയും നാട്ടുകുറിഞ്ചിയും പിന്നെ പന്തുവരാളിയും ഒക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് സംഗീത ശ്രേഷ്ഠർ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ നാടൻ പാട്ടിനെയും കർണാടക സംഗീതത്തെയും സമന്വയിപ്പിക്കാൻ താങ്കൾ എന്താ ചെയ്തിട്ടുള്ളത്? കാരണം നാടൻ പാട്ടിനെ കുറിച്ച് താല്പര്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്താണ് താങ്കൾ? അതായത് ഈ നാടൻ പാട്ടുകള് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ടു വന്നിട്ടുണ്ട് നാടൻ പാട്ടുകൾ. പിന്നീട് ഞാൻ പഠിച്ചു വന്നിരുന്ന രാഗങ്ങളുമായിട്ട് എന്തോ സാമ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതിന്റെ നീരുറവകൾ എന്നൊക്കെ പറയാം, പ്രഭവ കേന്ദ്രം. ഇപ്പോ എനിക്ക് എന്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന ഈ കീർത്തനങ്ങളുടെ രാഗങ്ങളൊക്കെ, ഇതൊക്കെ ഞാൻ പലപ്പോഴും ഈ നാടൻ പാട്ട് പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അതിൽ ഉണ്ടെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ കൂടുതൽ അതായത് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പരിപാടിയിൽ ഒരു പുള്ളുവന്മാരുടെ പാട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയൊരു ദൗത്യം എനിക്ക് കിട്ടി. അപ്പൊ അതില് ഇവിടെ ഒരു പരിശീലനം കൊടുക്കുന്ന സമയത്താണ് അവരുടെ പുള്ളുവൻ പാട്ടിൽ ഞാൻ ആദ്യമായിട്ട് വളരെ വിശദമായിട്ട് അതിനെ നോക്കിയപ്പോൾ അതിലൊരു രാഗം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നെ അടുത്ത പാട്ട് നോക്കിയപ്പോൾ അതിൽ മറ്റൊരു രാഗം. ഇങ്ങനെ തുടങ്ങുകയാണ് ഒരു രഥ്യ എന്ന് പറയാം. ഈ നാടൻ പാട്ടും ശാസ്ത്രീയ സംഗീതവും തമ്മിലുള്ള നേരത്തെ പറഞ്ഞല്ലോ, ഈ നാടൻ പാട്ടിന്റെയും ശാസ്ത്രീയ സംഗീതത്തിന്റെയും ഒരു സമന്വയമുണ്ടല്ലോ. ഇപ്പൊ അന്ന് കുട്ടികളെ പഠിച്ച് അവതരിപ്പിച്ചൊരു പാട്ട് ഈ സർപ്പം പാട്ട്, ഈ പുള്ളുവന്മാര്, അത് മണ്ണൂരിൽ ഉള്ള ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളുവനും അവന്റെ ഭാര്യ ലക്ഷ്മി ഇവർ ചേർന്ന് ഒരു പാട്ട്. സർപ്പവർണ്ണങ്ങളോടെ സൽക്കഥ ചൊല്ലുന്നേൻ ഗണപതിക്കരിയട മലർതേങ്ങ നെയ്യപ്പം ഇവയെല്ലാം വച്ചു ഞങ്ങൾ നാഗങ്ങളെ തൊഴുന്നേൻ, ഇവയെല്ലാം വച്ചു ഞങ്ങൾ നാഗങ്ങളെ തൊഴുന്നേൻ. ഈ ഒരു പാട്ടാണ് കുട്ടികൾ പഠിച്ചത്. അപ്പൊ ഇതിൽ ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഏതോ ഞാൻ പഠിക്കുന്ന ഒരു രാഗം, അത് സമപനിത സനിത പമസ ആരോഹണ അവരോഹണമുള്ള ഒരു രാഗമുണ്ട് ശാസ്ത്രീയ സംഗീതത്തിൽ. അത് കുന്തളവരാളി എന്നൊരു രാഗമാണ്. ആ രാഗത്തില് സ്വാതിരുന്നാളുടെ കീർത്തനം ഭോഗീന്ദ്രശായിനം കുരുകുശല